അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഓയിലില്ലാണ്ട് നമ്മുടെ ഡോണറ്റ്സ് ഇല്ലേ, അതായത് ഡോണറ്റ്സിൻ്റെ ടേസ്റ്റ് ആയിട്ട് വരില്ല, എന്നാലും അതിൻ്റെ ഒരു അറ്റത്തെങ്കിലും വരും. എങ്ങനെ നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം 2 ഗ്ലാസ് അമൃതം പൊടിയാണ് കേട്ടോ. അപ്പോൾ അമൃതം പൊടിയും കൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തും കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം എന്നാൽ അമൃതം പൊടിയാണ് കേട്ടോ. നമുക്കിതിന് ഗ്യാസോ അങ്ങനെ തീയൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നമുക്കിനി നമുക്ക് 2 ഗ്ലാസ് ഇത് കൊട്ടാട്ടോ. 2 ഗ്ലാസ് ഇത് കൊട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം പഞ്ചസാരയാണ് കേട്ടോ. ഞാനിതിലേക്ക് അപ്പോൾ ആവശ്യത്തിന് ഒരു 2-3 സ്പൂൺ, ഒരു 2.5 സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര തൊടുന്ന നല്ല കിട്ടും. പിന്നെ നമുക്ക് ആവശ്യം വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലിപ്പോൾ ചിലപ്പോൾ നമുക്കൊരു 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ വെള്ളം വേണ്ടി വരും. ഞാൻ കുഴച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പാത്രത്തേക്ക് ഇച്ചിരി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ പഞ്ചസാര ഇച്ചിരി എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ കുഴച്ചത്. ഞാനിപ്പോൾ ഇത്ര എടുത്ത് മാറ്റി വെക്കുള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ കുഴച്ച് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം, ഒന്ന് റെസ്റ്റിന് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമ്മൾ അപ്പഴം എടുത്ത് വെച്ചില്ല, ഇതൊന്ന് കുറച്ചെടുത്ത് വെച്ചിരുന്നില്ലേ, അതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പരുവാക്കി എടുക്കണം കേട്ടോ. അതായത് നമുക്ക് ഒരു ലൂസ് മോഷൻ ആക്കിയിട്ട് ഇത് ഇച്ചിരി വെള്ളം മതി. അതായത് നമുക്ക് അതങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ. ഇപ്പം ഏകദേശം ഒരു ടൈറ്റ് മോഷനാണ്. ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിനെ ഒന്ന് ലൂസാക്കി. നന്നായിട്ട് ഞാനിതൊന്ന് ലൂസാക്കി എടുത്തിട്ട് വരാം. നമ്മൾ ബാക്കി ഇത് നല്ല കാരമൽ പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഇങ്ങനെ മുക്കിയെടുക്കാൻ എന്തെങ്കിലും വേണ്ട. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി അമൃതം പൊടി തന്നെയാണ് അതിന് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പകുതി ഇത്രയൊക്കെ മതി കേട്ടോ. കാണിച്ചെടുക്കുക, ഇത്ര മതി. നമുക്കതൊന്ന് മുക്കിയെടുക്കാൻ പറ്റുന്ന പോലെ ഉള്ളത് അത്ര കാണിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഞാൻ ബൗൾസാക്കിയിട്ട് വരാം തൊട്ടുട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ബോൾസാക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബോൾസാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് ബോൾസിനൊക്കെ ഒന്നും കൂടി എനിക്ക് കുറച്ചും കൂടി ബോൾസാക്കി എടുക്കാനുണ്ട്. ഞാൻ ബോൾസാക്കിയിട്ട് വരാം. ഗൈസ്, ഞാൻ അങ്ങനെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് പരത്തി ഡോണറ്റ്സിൻ്റെ ഒരു ഷേപ്പാക്കി എടുക്കണം. ഞാൻ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഡോണറ്റ്സിൻ്റെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി എല്ലാം പരത്തി എടുക്കണം കേട്ടോ. ഇനി എല്ലാം അങ്ങനെ പരത്തി എടുത്തിട്ട് വരാം. അവസാനത്തെ ബോളും കൂടി ഞാനിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുഴിയിടണം. അതായത് നമ്മുടെ ഡോണറ്റ്സിൻ്റെ നടുക്കൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. എന്തെങ്കിലും അങ്ങനത്തെ ടൂൾസോ ഒരു ഷേപ്പ് ഇടാനുള്ള ടൂൾസ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരമാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് കിട്ടണം. ഞാൻ എല്ലാം
എല്ലാം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ എല്ലാത്തിലും കുഴിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ അപ്പോഴേ ഉണ്ടാക്കി വെച്ചല്ലോ ഒരു സാധനം അതിൽ മുക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സാധനം വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇതൊക്കെ ആക്കിന് ഇനി നമുക്ക് ആവശ്യം നമ്മൾ അപ്പോഴേ ഇങ്ങനെ ഒരു മിശ്രിതം പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത് നമ്മുടെ ക്യാരമൽ പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇനി നമുക്ക് അതെടുക്കാം കേട്ടോ. ഈ ക്യാരമൽ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്, എനിക്ക് ഫുള്ള് ഇത് ഞാൻ ഈച്ച പറയണം. നമുക്ക് ഈ ക്യാരമൽ ആക്കി വെച്ചതിന് എടുക്കാം. ഇനി നമുക്ക് ഈ ഡോണറ്റ് ആക്കി വെച്ചതിന് നമുക്ക് ഇതിലേക്ക് മുക്കിയെടുക്കണേ. അതായത് നമ്മളിങ്ങനെ എനിക്ക് തോന്നുന്നത് ഇത് ഇച്ചിരി കട്ടി ഒന്നും കൂടി കൂടി വരും. വേണ്ട, വെള്ളം ഒഴിക്കണ്ട, അത്ര മതി. നമുക്ക് ഇത് മുക്കിയെടുക്കണം കേട്ടോ. ഇതിൽ ഞാനിത് മുക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കിട്ടും. ഇനി ഞാനിതിലേക്ക് ഓട്ടിട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുക. ഏകദേശം ഡോണറ്റിൻ്റെ ഒരു അറ്റത്തെങ്കിലും എത്തില്ലേ. അങ്ങനെ ഞാനിതെല്ലാം മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. മുക്കിയെടുത്തിട്ട് ഇത് ഈ ഓട്ട അടയുണ്ട്, ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഓട്ട അടച്ചും കൊടുക്കണം, തുറന്നു കൊടുക്കണം. ഞാനിതൊക്കെ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മുക്കി നമ്മൾ അപ്പോഴേ ഇച്ചിരി പൗഡർ എടുത്തിച്ചില്ലേ, അതായത് നമ്മുടെ അമൃതം പൊടി തന്നെയാണ് ഞാനിതിൽ പിന്നെ മുക്കി വെക്കുന്നത്. നമുക്ക് അങ്ങനെ മുക്കി ഇതൊന്ന് ഒന്നും കൂടി എടുക്കാം കേട്ടോ. അങ്ങനെയെല്ലാം അങ്ങനെ മുക്കിയെടുക്കണം കേട്ടോ. നമ്മൾ നമ്മുടെ ഡോണറ്റ്സ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറാമാൻ്റെ അടുത്ത് തന്നെ പറയാം. അപ്പോൾ ഗായ്സ് നമുക്കിനി ഐബുക്കും അവിടെ കുക്കും ഇരിക്കുന്നുണ്ട്, അവർ രണ്ടാളും ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാം എങ്ങനെ ടേസ്റ്റ് ചെയ്യും. ടേസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ രണ്ടാളും എങ്ങനെയുണ്ട് വരാം ഓരോന്നെടുത്ത്. നന്നായിട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അമൃതം പൊടി കിട്ടുന്നവർക്ക് ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.